അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. വിശുദ്ധ ഖുർആനിൽ രണ്ടായി ഭാഗിച്ചതായി നമുക്ക് കാണാൻ പറ്റും. മക്കി, മദനി. എന്താണ് മക്കി, എന്താണ് മദനി എന്ന് നമുക്ക് മനസ്സിലാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് കിട്ടി 13 വർഷക്കാലം മക്കയിൽ താമസിച്ചു. അതിനുശേഷം മദീനയിലേക്ക് പലായനം ചെയ്തു. അവിടെ 10 വർഷവും താമസിച്ചു. മക്കയിൽ താമസിച്ച 13 വർഷക്കാലങ്ങൾക്കിടയിൽ ഇറങ്ങിയ സൂറത്തുകൾക്കാണ് മക്കി എന്ന് പറയുന്നത്. മദീനയിൽ താമസിച്ച 10 വർഷക്കാലം ഇറങ്ങിയ സൂറത്തുകൾക്കാണ് മദനി എന്ന് പറയുന്നത്. മക്കയിൽ ആയിരിക്കെ, ഉദാഹരണത്തിന് യാത്രയിലും മറ്റുമൊക്കെ പലപ്പോഴും വിശുദ്ധ ഖുർആൻ ഇറങ്ങിയിട്ടുണ്ട്. മക്കം ഫതഹിന്റെ അന്ന് വിശുദ്ധ ഖുർആൻ ഇറങ്ങിയിട്ടുണ്ട്. അതേപോലെ ഹജ്ജത്തുൽ വദാഇൽ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയിട്ടുണ്ട്. അതേപോലെ യാത്രയിലെല്ലാം വിശുദ്ധ ഖുർആൻ ഇറങ്ങിയിട്ടുണ്ട്. ഈ ഇറങ്ങിയതൊക്കെ കാലഘടന അനുസരിച്ച് നോക്കുമ്പോൾ മക്കിയും മദനിയും. ഉദാഹരണത്തിന് മക്കം ഫതഹിന്റെ അന്നും ഹജ്ജത്തുൽ വദാഹിന്റെ അന്നും ഒക്കെ ഇറങ്ങിയ സൂറത്തുകൾ ഉണ്ടല്ലോ, സൂക്തങ്ങൾ ഉണ്ടല്ലോ, ഇവകൾക്കൊക്കെ മദനി എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇറങ്ങിയത് മക്കയിൽ ആണെങ്കിൽ പോലും അതിന്റെ കാലഘടന അനുസരിച്ച് പറയുമ്പോൾ അതിനെല്ലാം മദനി എന്നാണ് പറയുന്നത്. ഇനി മക്കി എത്ര, മദനി എത്ര എന്ന് നമുക്കൊന്ന് ചുരുക്കി പറയാം. മക്കി 82 സൂറത്തുകളാണ് മക്കിയായി ഉള്ളത്. ഇതിൽ ആദ്യമായി ഇറങ്ങിയത്, വിശുദ്ധ ഖുർആൻ ആദ്യമായി ഇറങ്ങിയത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന സൂറത്തുൽ ഖലം ആയത്തുകളാണല്ലോ. ഇതാണ് വിശുദ്ധ ഖുർആനിൽ ആദ്യമായി ഇറങ്ങിയത്. മക്കയിൽ ആദ്യമായി ഇറങ്ങിയതും ഈ സൂക്തം തന്നെയാണ്. പിന്നീട് ഇതിനു ശേഷം സൂറത്തുൽ മുദ്ദസ്സിറിലെ യാ അയ്യുഹൽ മുസ്സമ്മിൽ എന്ന് പറയുന്ന സൂക്തങ്ങളാണ്. ഇതാണ് മക്കയിൽ ഇറങ്ങിയ രണ്ടാമത്തെ സൂക്തം. പിന്നീട് വരുന്നത് തബ്ബത് യദാ അബീ ലഹബിൻ വതബ് എന്ന് പറയുന്ന സൂക്തമാണ്. പിന്നീട് ഇറങ്ങിയത് ഇദ ശംസു കുവ്വിറത്. ഇങ്ങനെ 82 അധ്യായങ്ങളാണ് മക്കിയായിട്ടുള്ളത്. എന്നാൽ മദനിയായിട്ടുള്ളത് 31 സൂക്തങ്ങൾ. 82 മദനി മക്കി, 31 മദനി. മദനിയിൽ അഥവാ മദീനയിൽ ഇറങ്ങിയ ആദ്യത്തെ സൂറത്തുൽ ബഖറയാണ്. പിന്നീട് ഇറങ്ങിയത് സൂറത്തുൽ അൻഫാലാണ്. 3-ാം തവണയാണ് സൂറത്തുൽ ആൽ ഇംറാൻ ഇറങ്ങിയത്. അതിനുശേഷമാണ് സൂറത്തുൽ അഹ്സാബ്. ഈ രൂപത്തിൽ 31 അധ്യായങ്ങളാണ് മദനിയായിട്ടുള്ളത്. അപ്പോൾ 113 അധ്യായങ്ങൾ. യഥാർത്ഥത്തിൽ ഖുർആനിൽ 114 അധ്യായം ഉണ്ട്. അപ്പോൾ ഒരധ്യായം അത് സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹ മക്കിയുമാണ് മദനിയുമാണ്. സൂറത്തുൽ ഫാത്തിഹയുടെ മഹത്വം കൊണ്ട് തന്നെ അത് 2 സ്ഥലത്തും ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. മക്കയിലും അവതീർണമായിട്ടുണ്ട്, മദീനയിലും അവതീർണമായിട്ടുണ്ട്. അതുകൊണ്ട് വളരെ മഹത്വം സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ഉണ്ട് എന്നുള്ളതാണ്. ഇതാണ് മക്കി, മദനി. കൂടുതൽ നമ്മൾ ഖുർആനെ സംബന്ധിച്ച് പഠിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.